കുളിക്കുമ്പോൾ മുഖത്ത് സോപ്പിട്ട് പതപ്പിക്കുമ്പോൾ എന്ത് രസമല്ലേ ആ സ്മെല്ലും ആ ഫീലും. ഹോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ചോദ്യം ഇതാണ്, സോപ്പ് മുഖത്ത് സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ചില പഠനങ്ങൾ പറയുന്നത് ഇത്തരം അമിത സോപ്പ് ഉപയോഗം നിങ്ങളുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തി ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ്. വരണ്ട ത്വക്ക്, മുഖക്കുരു, ചർമ്മത്തിന് തിളക്കം നഷ്ടപ്പെടൽ, സെൻസിറ്റിവിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചർമ്മത്തിൻ്റെ സ്വാഭാവിക pH ലെവൽ 4.5 to 5.5 ആണ്. എന്നാൽ പല സോപ്പുകളുടെയും pH ലെവൽ 9 to 10 ആണെന്ന് പഠനങ്ങൾ പറയുന്നു. കൂടിയ pH ലെവലുള്ള സോപ്പിൻ്റെ നിരന്തര ഉപയോഗം ത്വക്കിൻ്റെ അസന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തുന്നു. കൂടാതെ നമ്മുടെ ശരീരം സ്വയം മുഖത്തെ സംരക്ഷിക്കുവാൻ ഉൽപ്പാദിപ്പിക്കുന്ന സെബം നഷ്ടപ്പെട്ടു പോകുവാനും സഹായിക്കുന്നു. ഇതുമൂലം ത്വക്കിന് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുകയാണ്. അപ്പോൾ നമ്മുടെ മുഖത്തെ ചർമ്മം പരിസ്ഥിതി മലിനീകരണത്തോടും UV കിരണങ്ങളോടും വേഗം പ്രതികരിക്കും. എന്നാൽ ചിലർക്ക് സോപ്പിലെ കഠിന ഘടകങ്ങൾ, പ്രത്യേകിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത് നിർമ്മിക്കുന്ന ചില സോപ്പുകൾ ചർമ്മത്തിൽ അലർജിക്കും ചൊറിച്ചിലിനും പാടുകളും ഉണ്ടാക്കുവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു എന്നും പറയുന്നു. കൂടാതെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ചർമ്മം വേഗത്തിൽ ചോക്കുകയും തടിച്ചു പൊങ്ങുകയും ചെയ്യാം. അങ്ങനെ അലർജി സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. മുഖത്തെ ചർമ്മം തിളക്കം നഷ്ടപ്പെട്ട് കൂടുതൽ വരണ്ടതാകുന്നതോടെ പ്രായമായ ആളുകളെ പോലെ നിങ്ങളുടെ മുഖവും മാറുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ മുഖം വൃത്തിയാക്കാൻ എന്ത് ഉപയോഗിക്കാമെന്നല്ലേ? അതായത് pH ബാലൻസ് നിലനിർത്തുന്നതും അമിത രാസവസ്തുക്കൾ അടങ്ങാത്ത മൈൽഡ് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, കൂടാതെ സ്കിന്നിന് ആവശ്യമായ വിറ്റമിൻസ് അടങ്ങിയ പ്രൊഡക്റ്റുകൾ, പ്രകൃതിദത്തമായ ആയുർവേദ സ്കിൻ പാക്കുകൾ, ഇവയൊക്കെ തിരഞ്ഞെടുക്കാം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞിരിക്കണം. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ എന്നിങ്ങനെ വേർതിരിക്കുന്നു. ഇത് കൃത്യമായി അറിഞ്ഞിട്ട് വേണം പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ഗുണത്തെക്കാളേറെ നിങ്ങളുടെ സ്കിന്നിന് ദോഷം ചെയ്യും എന്നും അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, മുഖം എപ്പോഴും വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ദിവസവും പച്ചവെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകുക. കഠിനമായ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിവാക്കാനും വിദഗ്ധർ പറയുന്നുണ്ട്. വിപണിയിൽ നിരവധി സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. എന്നാൽ പല പ്രൊഡക്റ്റുകളും നിലവാരം പുലർത്തുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യ മന്ത്രാലയം തന്നെ പറഞ്ഞിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഡോക്ടർ ലൈ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി.